ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്ത് മൊത്തം 25% ചരക്ക് ഇതിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ത്യയുടെ 40% എണ്ണ ഇറക്കുമതി ഈ ഭാഗത്തൂടെയാണ് വരുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നതിന് ഇപ്പോൾ നമ്മുടെ അമേരിക്കയുടെ ആ നിയന്ത്രണം പിൻവലിക്കപ്പെട്ടു താൽക്കാലികമായെങ്കിലും. അപ്പോൾ ഇന്ത്യ വീണ്ടും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഖത്തർ, കുവൈത്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ചരക്ക് ഏതാണ്ട് ഏറിയ പങ്കും വരേണ്ടത് ഈ ഭാഗത്തു കൂടിയാണ്. അപ്പോൾ ഇത് ഒരു മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു, നമ്മുടെ പാചകവാതക വിതരണത്തിലടക്കം വലിയ നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു. ഒരു പക്ഷേ മുമ്പ് ഗൾഫ് യുദ്ധമൊക്കെ നടന്ന കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമ്മുടെയൊക്കെ ഈ പെട്രോൾ പമ്പുകളിൽ വലിയ ക്യൂ ദൃശ്യമായിരുന്നു. കാര്യം ടേൺ അനുസരിച്ചാണ് ഇന്ധനം നിറയ്ക്കാൻ അവസരം കിട്ടിയിരുന്നത്. അത്തരം വലിയൊരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത ഈ യുദ്ധം നീണ്ടു പോയാൽ ഉണ്ടായേനെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ നയതന്ത്രപരമായിട്ട് ഇടപെട്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഇപ്പോൾ സാധ്യമാക്കിയിട്ടുള്ളത്. 27 കപ്പലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ 2 അത് കിട്ടിയല്ലോ, അത്രേ ആശ്വാസം. ബാക്കി പുറകെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ത്യക്ക് മാത്രം എങ്ങനെ ഈ പരിഗണന കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ചൈനീസ് കപ്പലുകൾക്ക്, അല്ലെങ്കിൽ ചൈന ഇറാൻ്റെ പക്ഷത്ത് നിന്ന് രഹസ്യവും പരസ്യവുമായിട്ട് അവർക്ക് വേണ്ട ആയുധങ്ങളും, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇറാൻ ഈ ഡ്രോണുകളൊക്കെ അയച്ച് അമേരിക്കയുടെ ഇസ്രയേലിൻ്റെയോ സഖ്യരാജ്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ സൈനിക അസറ്റുകൾക്ക് നേരെയോ സൂക്ഷ്മമായ ആക്രമണം നടത്തി. ഈ കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അവർ ഈ ലക്കും ലഗാനും ഇല്ലാതെ മിസൈലുകൾ അയക്കുകയായിരുന്നു. എങ്ങോട്ടാണ് അറിയില്ല, ഒരു ഊഹം വെച്ചങ്ങ് വിടുകയാണ്, കൊണ്ടാക്കൊണ്ടു ഇല്ലെങ്കിൽ വടി താഴെ എന്ന ഒരു മട്ടിൽ. പക്ഷേ ഇപ്പോൾ പല ആക്രമണങ്ങളും സൂക്ഷ്മമാണ്, കൃത്യമാണ്, ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ചൈനീസ് ഉപഗ്രഹങ്ങൾ ഇറാനെ സഹായിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ പാകിസ്ഥാനെയും ചൈന ഈ രീതിയിൽ സഹായിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതേപോലെ ചൈന വലിയൊരു പിന്തുണ പ്രത്യക്ഷമായി തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനീസ് കപ്പലുകൾക്ക് അവർ ഉദാരമായ സമീപനം സ്വീകരിക്കുക. അതുമാത്രമല്ല, ഈ അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം നിലനിൽക്കുന്ന സമയത്ത് പോലും ചൈന യഥേഷ്ടം ഇറാനിൽ നിന്ന് ഇന്ധനം കൊണ്ടുവന്നുകൊണ്ടിരുന്നു, മറ്റുള്ളവരെയൊക്കെ വെല്ലുവിളിച്ചു. അപ്പോൾ ആ ഒരു കടപ്പാട് തീർച്ചയായിട്ടും ചൈനയോടുണ്ടാകും. പക്ഷേ ഇന്ത്യയോട് അതൊക്കെ ഉണ്ടാകേണ്ട സാഹചര്യമില്ല. കാര്യം ഇന്ത്യ ഈ അന്താരാഷ്ട്ര ഉപരോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് നേരിട്ട്, പരോക്ഷമായിട്ട് അല്ലെങ്കിൽ അനധികൃത, ഇപ്പോൾ ഈ ഷാഡോ ഫ്ലീറ്റുകൾ എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്, നേരിട്ട് നമ്മൾ ഇറാനിൽ നിന്ന് ഇന്ധനം കൊണ്ടുവരുന്നതിന് നമ്മൾ നടപടി എടുത്തിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.